സംസ്ഥാന പ്രസിഡന്റ് റോസ്ന റബീഗം ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ഡോക്ടർ, ഇപ്പോൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നു. 13-ാം തീയതി മുതൽ സമ്പൂർണ്ണ സമരത്തിലേക്കാണോ? സർക്കാർ നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നുപോലും പരിഗണിച്ചില്ല എന്നുള്ളതാണോ? അതെ, തീർച്ചയായും ഞങ്ങള് വളരെ ജെനുവിൻ ആയിട്ടുള്ള ആവശ്യങ്ങളാണ് വെച്ചിരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ശമ്പള കുടിശ്ശികയ്ക്കും എൻട്രി കേഡറിലെ പേ കറക്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ സ്റ്റാഫ് ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു തീരുമാനം ഉണ്ടാവാത്തതുകൊണ്ടാണ് ഞങ്ങളൊരു സമരത്തിന്റെ പാതയിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ 5 ക്യാബിനറ്റ്, അതായത് ഞങ്ങൾ ആദ്യം ഒരു സമരം നടത്തിയിട്ട് ഇപ്പോൾ ഒരു 5ാമത്തെ ക്യാബിനറ്റ് ആണ്. അത് നടന്നപ്പോൾ പോലും വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് തസ്തികകൾ എന്ന് പറയുന്നതല്ലാതെ അതിന്റെ ഒരു നമ്പറിന്റെ തീരുമാനമോ അതോടൊപ്പം തന്നെ ബാക്കി നേരത്തെയുള്ള കോളേജസ് ഇടുക്കി, കോന്നി മെഡിക്കൽ കോളേജുകളിലും വളരെയധികം സ്റ്റാഫ് ഡെഫിഷ്യൻസി ഉള്ളതാണ്. കാരണം കുട്ടികൾ ക്ലിനിക്കൽ സൈഡിലേക്ക് വരികയാണ്. ആദ്യത്തെ പ്രീ ക്ലിനിക്കലൊക്കെ കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ സൈഡിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെയും ഗുരുതരമായ സ്റ്റാഫ് ഡെഫിഷ്യൻസീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് പോസ്റ്റ് ക്രിയേഷന് പോയിട്ടുള്ളത്. പക്ഷെ അത് എത്രത്തോളം കറക്റ്റ് ചെയ്യും എന്നുള്ളതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം ഇനിയും കുട്ടികളെ പഠിപ്പിക്കാനുള്ളത് ഞങ്ങളാണ്. കുട്ടികൾ ഞങ്ങളോടാണ് ചോദിക്കുക. അപ്പോൾ ഇതിനൊക്കെ എന്ത് മറുപടി പറയും എന്ന് ഞങ്ങൾക്കറിയില്ല. അതോടൊപ്പം തന്നെ അമിത ജോലി ഭാരം അല്ലേ? അതെ, ഇപ്പോൾ ഉള്ള കോളേജുകളിൽ നിന്ന് ആൾക്കാരെ അങ്ങോട്ട് വിട്ടിട്ടാണ് ഇപ്പോൾ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. LOP കിട്ടിയ ഉടനെ തന്നെ 50 പേരെ വെച്ച് 2 കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. കോന്നിയിലും ഇടുക്കിയിലും കുട്ടികളുണ്ട്. അപ്പോൾ ഇവരെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എക്സിസ്റ്റിംഗ് മെഡിക്കൽ കോളേജുകളിലേക്ക് ഡെഫിഷ്യൻസിയും കൂടുതലായിട്ട് വരുന്നു ഇത് കാരണം. അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ട്. ശമ്പള കുടിശ്ശികയുടെ കാര്യമാണെങ്കിലും ഞങ്ങൾക്ക് 4 വർഷം 9 മാസത്തെ കുടിശ്ശികയാണ് തരാനുള്ളത്. അപ്പോൾ അത് പല കാരണങ്ങൾ പറഞ്ഞ് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എൻട്രി കേഡറിൽ ഒരാളും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നില്ല. പുതിയ അസിസ്റ്റന്റ് പ്രൊഫസർമാർ ജോയിൻ ചെയ്യുന്നത് വളരെ കുറവാണ്. വരുന്നവർ തന്നെ കുറേ മാസങ്ങൾ കഴിയുമ്പോൾ ഇട്ടിട്ട് പോവുകയാണ്. കാരണം വളരെ അനാകർഷകമായിട്ടുള്ള എൻട്രി കേഡറിലെ പേ ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ എന്താണ് ആരോഗ്യമന്ത്രി പറയുന്നത്? ഞങ്ങളെ ഔപചാരികമായി ഒരു ചർച്ചയ്ക്കും ഞങ്ങളെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. ഇത്രയും പ്രധാനപ്പെട്ട ആവശ്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചൊരു സമരത്തിലേക്ക് നീങ്ങുമ്പോൾ അതൊരു സമ്പൂർണ്ണമായ ഒരു സ്തംഭനത്തിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ഇതുവരെയും സർക്കാർ ചർച്ച അറിയിച്ചിട്ടില്ല എന്നാണോ? ആദ്യത്തെ OP ബോയ്ക്കോട്ടിന്റെ പിറ്റേ ദിവസം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്ത് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. പക്ഷെ അതിന്റെ മിനിറ്റ്സ് പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ മീറ്റിംഗിൽ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തതാണ്. പക്ഷെ അതിനുശേഷം അനൗപചാരികമായ കുറച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി സംസാരിച്ചിട്ടുള്ളതല്ലാതെ ഞങ്ങൾ ഔപചാരികമായി ഒരു മീറ്റിംഗിന് പോലും ഇതുവരെ ക്ഷണിച്ചിട്ടില്ല സർക്കാർ. ഈ 13-ാം തീയതി മുതലുള്ള സമരത്തിന്റെ സ്വഭാവം എന്തായിരിക്കും? അത് തുടരുക എന്നുള്ളതാണ് അല്ലേ? 13-ാം തീയതി ഞങ്ങൾ OP ബോയ്ക്കോട്ടിന് പകരം ഒരു കംപ്ലീറ്റ് എമർജൻസീസ് ഒഴികെയുള്ള എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്. ആ ഒരു ദിവസത്തേക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 13-ാം തീയതി വരെയുള്ള സമയമുണ്ട് ഗവൺമെന്റിന് തീരുമാനങ്ങൾ എടുക്കാൻ. അതനുസരിച്ചായിരിക്കും ഞങ്ങളുടെ ഫർദർ പ്ലാൻസ്. വളരെ നന്ദി ഡോക്ടർ. ചർച്ചയിൽ പങ്കെടുത്തതിന് ഇപ്പോൾ ഡോക്ടർ റോസ്ന റബീഗമാണ് വിശദമായി പ്രതികരിച്ചത്.